മധുര തുളസി എന്ന് പറയുന്ന ചെടിയാണ്. ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നെടുക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് സ്റ്റീവിയ എന്ന് പറയുന്ന ഇതുണ്ടാക്കുന്നത്. വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുള്ളൂ ഇന്ത്യയിൽ ഇത് വരാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് വിദേശ രാജ്യങ്ങളിൽ ജപ്പാനിലൊക്കെ 2011 തന്നെ പഞ്ചസാര ഉപേക്ഷിച്ച് അവർ മധുര തുളസിയുടെ ഇലയാണ് മധുരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉണങ്ങിയ ഇലയെടുത്ത് നമുക്ക് ചായയിലോ കാപ്പിയിലോ ഇട്ട് കഴിഞ്ഞാൽ മധുരത്തോട് ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, എല്ലാം കുടിക്കാം. ഇതിൻ്റെ പൊടിയെടുത്ത് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന 300 ഐറ്റത്തിൽ ഇതിൻ്റെ പൊടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊടി പഞ്ചസാരയ്ക്കുള്ള ഉള്ള ഗുണങ്ങളും മധുരമൊക്കെ തരും. പക്ഷേ ഇതിനകത്ത് ഷുഗർ എന്ന് പറയുന്ന സാധനം 0 ആണ്, കൊളസ്ട്രോൾ 0 ആണ്. ഇത് ഈ ചെടിയിൽ നിന്ന് എടുക്കുന്ന സാധനം ആയതുകൊണ്ട് ഔഷധ ഗുണം ഏറെയാണ്. ഇത് ഏത് ഷുഗർ പേഷ്യൻറ്റിനും കുട്ടികൾക്കും ആർക്കും കഴിക്കാവുന്നതാണ്. അതിൻ്റെ മാർക്കറ്റിങ് കോഴിക്കോട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കമ്പനിക്കാരുടെ സഹായിയാണ്. സഹായി എന്ന് വെച്ചാൽ അവരുടെ കമ്പനി ഉദ്ഘാടനം ചെയ്ത ആ സമയം മുതൽ അവരുമായിട്ടുള്ള ടൈപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഇലയും പൊടിയും എല്ലാം ഞാൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആളുകൾക്ക് ഇതേമാതിരി തയ്യും കൊടുക്കണം. ഈ തൈ പൂക്കും. പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിത്തുണ്ടാവും. ആ വിത്ത് മുളയ്ക്കില്ല. ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് മുറിച്ച് നട്ടിട്ടാണ് വീണ്ടും ഉണ്ടാക്കുക. അല്ലെങ്കിൽ അതിൻ്റെ വേരിൽ നിന്ന് വേരെടുത്ത് കഴിഞ്ഞാൽ ആ വേരുമെന്ന് മുളച്ച് കിട്ടും. അത് മധുര തുളസി എന്ന് പറയുന്ന ചെടിയാണ്, സ്റ്റീവിയ. ഇനി മഹാനായ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരെ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, വെളുത്തതെല്ലാം വിഷമാണ്. സായിപ്പന്മാരൊക്കെ വെളുത്തവരാണ്, അവരൊക്കെ വിഷമാണ്. ആ വാക്ക് ഇപ്പം ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം എന്താ, വെളുത്ത് കാണുന്നതിൽ വെളുത്ത അരി, വെളുത്ത പഞ്ചസാര, വെളുത്ത മൈദ, അങ്ങനെ വെളുത്തെന്ത് കാണുന്നു അതെല്ലാം വിഷമാണ്. പഞ്ചസാര വിഷമാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ആളുകളെല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ട്. എന്നാലും ആ പഞ്ചസാര ആളുകൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ശർക്കരയിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്. പഞ്ചസാര ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചേർക്കുന്ന പല സാധനങ്ങളുമാണ് വിഷമയമായിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഇത് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ 10 കൊല്ലമായിട്ടുള്ളൂ. ജനതാ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ഇന്ത്യയിൽ ഇത് ആര് വേണമെങ്കിലും കൊണ്ടുവന്ന് നട്ട് വളർത്തിക്കോ, കമ്പനി തുടങ്ങിക്കോളാം. ഇത് കേൾക്കേണ്ട താമസം പഞ്ചാബിൽ ഒരു 10-60 കമ്പനികൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് തൈകൾ കൊണ്ടുവന്ന് നട്ട് വളർത്തി അവർ മാർക്കറ്റ് ചെയ്യും. ഇപ്പോൾ ഈ സാധനം ഇവിടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അതിൻ്റെ പടം ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടുതരാം. ഇത് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുമോ? കൂടുതൽ ഇത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാർജ് സ്കെയിലിൽ ലക്ഷങ്ങൾ വേണം. അതായത് ഗ്രീൻ ഹൗസ് പണിയണം. ഗ്രീൻ ഹൗസ് പണിതിട്ട് അതിനകത്ത് വെള്ളവും മരുന്നും വളവും എല്ലാ സാധനവും അടിയിൽ കൂടെ പൈപ്പിൽ കൂടെ കൊടുക്കണം. എന്നിട്ട് മെഷീൻ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഇത് വലുതായി വരുമ്പോൾ ഇതിൻ്റെ ഇലയ്ക്ക് ഇതിനേലും നീട്ടം കൂടുതലുണ്ടാവും. ആ ഇല എടുത്ത് മുറിച്ച് ഇതിലത്തെ പച്ചപ്പ് ഗ്രീൻ ഇത് മാറ്റിയിട്ട് അതിനെ വെളുത്ത പൊടിയാക്കി മാറ്റുകയാണ്. ആ പൊടിയാണ് നമുക്ക് പഞ്ചസാരയുടെ മാതിരി തരുന്നത്. അതിനകത്ത് ഷുഗർ 0, കൊളസ്ട്രോൾ വരില്ല, പ്രഷർ വരില്ല, യാതൊരു സൂക്കേടും അതിൽ വരില്ല. അതിൻ്റെ ബോട്ടിൽ കാണിച്ചു തരാം. അത്യാവശ്യം വരുന്നവർക്ക് മാത്രമേ ഇതേമാതിരി നമുക്ക് നേരിട്ട് തൈകൾ കൊടുക്കാൻ പറ്റും. ഓൺലൈനായിട്ട് അയച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ എത്തുമ്പോഴേക്കും ഇത് കേടുവന്ന് പോകും. ഇതിന് വിത്തില്ല, വിത്തിട്ടാലും മുളയ്ക്കില്ല. പൂവുണ്ടാവും, അതിനകത്ത് വിത്തില്ല. പലരും അതിന് മധുര തുളസിയുടെ പൂവും വിത്തും കൂടെ ഒക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയും. ഇന്നത്തെ വരെ അത് മുളച്ചതായിട്ടുള്ള ചരിത്രം ഇല്ല. ഇത് നമുക്ക് സാധാരണ ഓപ്പൺ ഫീൽഡിൽ, അതായത് ഈ വെയിലത്ത് വെച്ചിട്ട് ഇതിനെ വളർത്താൻ പറ്റൂലേ? വെയിലത്ത് വെക്കാൻ പറ്റില്ല. ഗ്രീൻ ഹൗസ് വേണം. അതിനും ഗ്രീൻ ഹൗസിന് ഒരു 10-20 അടി പൊക്കം വേണം. പിന്നെ അതിനാണ്ടുള്ള ആ അറ്റ്മോസ്ഫിയർ നന്നായിരുന്നാലേ ഇല വലുതാവുള്ളൂ. ഇല എത്ര കണ്ട് വലുതാവുന്നുവോ അത്രയും വലുതായാൽ മാത്രമേ ഇതിന് ഉപയോഗം ഉണ്ടാവുള്ളൂ. മധുരം കൂടുതൽ കിട്ടുകയും അത്രയും സാധനം നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുമാതിരി പുതിയ ചെറിയ വീഡിയോകൾ, ഔഷധ ചെടികളെക്കുറിച്ചുള്ള വീഡിയോകൾ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം. നന്ദി, നമസ്കാരം.